ഹേ ഗൈസ്, അപ്പോൾ നമ്മളുടെ അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. വിജയകരമായി പണി ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. പിൻട്രസ്റ്റിൽ കണ്ടൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്ലാൻ. അപ്പോൾ അതിനു വേണ്ടി ഒരു കേക്കിൻ്റെ ബോക്സൊക്കെ എടുത്ത് ഞാൻ A4 സൈസ് പേപ്പർ വെച്ചൊക്കെ റാപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ചെയ്തു തുടങ്ങിയതാണ്. 2 പ്രാവശ്യം പടക്കളമൊക്കെ കണ്ട് പടക്കളത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്തു തുടങ്ങിയ പരിപാടിയാണിത്. മനുഷ്യൻ്റെ നടുവൊടിഞ്ഞ് പണ്ടാരമായി. കാരണം ചത്തു ഞാൻ ശരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പോൾ സമയം 2:40 2:40 നിന്നിരുന്നിട്ട് എത്ര മണിയാകുമ്പോൾ തീരും എന്ന് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അറ്റൻഷൻ സ്പാൻ വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ 4:40 എന്നിട്ടും നമ്മളുടെ പരിപാടി തീർന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കുറച്ച് ബ്രെഡും ചായയൊക്കെ കുടിക്കാൻ ആ വഴിക്ക് പോയി. സോ വി ആർ ഹിയർ. ഈ പെട്ടി തീർന്നു. ഇതായിരുന്നു നമ്മളുടെ കേക്ക് പെട്ടി, അത് തീർന്നിട്ടുണ്ട്. ആൻഡ് ഓവർ ഹിയർ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് എഴുതാൻ വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു നമ്മളിവിടെ എഴുതി. ഹാപ്പി ടു യു എഴുതി. ഇനി ബർത്ത്ഡേ എഴുതാനുണ്ട്. ഫാലിമി മാറി ഹിറ്റ് 3 ആയിട്ടുണ്ട്. ഹിറ്റ് 3 രണ്ടാമത്തെ പ്രാവശ്യം കാണുവാണ്. സോ ഈ ബർത്ത്ഡേയുടെ എഴുതിയിട്ട് കാണാം. ഹലോ ഗൈസ്, സമയം കൃത്യം 6 മണി. അപ്പോൾ നമ്മൾ 2:40 പണി തുടങ്ങി. ഇടയ്ക്ക് കുറച്ച് സ്നാക്ക് ടൈമൊക്കെ ആയിട്ട് പോയി. അങ്ങനെ കൃത്യം 6 മണിയായപ്പോഴത്തേക്ക് പടിപ്പുര കിടന്നിരുന്ന സാധനങ്ങൾ തീർന്നിരിക്കുന്നു. അതായത് ഓൺ ദ ടോപ്പ് വി ഹാവ് ദിസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് ദെൻ ഒരു പുൾ ഉണ്ട്. ഇത് പുൾ ചെയ്ത് കഴിയുമ്പോൾ അകത്ത് വി ഹാവ് ഹാപ്പി ബർത്ത്ഡേ. ആക്ച്വലി ഞാൻ ഇങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ബർത്ത്ഡേ എഴുതി വെച്ചതായിരുന്നു. ദി ലെറ്റേഴ്സ് കിടക്കുന്നു. പക്ഷേ ചെറുതായിട്ട് മടിയും ആൻഡ് അത് പ്രാക്ടിക്കൽ ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല. സോ ഐ ലെഫ്റ്റ് ഇറ്റ്. നൗ വാട്ട് ഇസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇസ് ഡെക്കറേഷൻസ്. അത് നമുക്ക് സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഗിഫ്റ്റുകൾ നാളെ മേടിക്കാൻ വേണ്ടി ഇറങ്ങും. 5-ന് വരാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ നെക്സ്റ്റ് ടാർഗറ്റ് ഇസ് ടു ഫിൽ ദിസ് അപ്പ്. ഇത് ഫിൽ ചെയ്യുക, മാക്സിമം ഇതിൽ എന്തെങ്കിലുമൊക്കെ വെക്കുക. ഓൾസോ ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ ഫോർ ഹർ. ലെറ്റർ എഴുതണം. ആൻഡ് ഇതെല്ലാത്തിനു മുമ്പ് ഇവിടം ഒന്ന് വൃത്തിയാകണം. ഇല്ലെങ്കിൽ മൈ മമ്മി എന്നെ കൊണ്ടിടും എന്നെനിക്ക് ഉറപ്പാണ്. സോ വൃത്തിയാക്കി ലെറ്റർ എഴുതി കാണാം. ടാറ്റാ. ഹലോ ഗൈസ്, അപ്പോൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞു. ഒരു മിനിറ്റ് കാണിച്ചത്. നമ്മൾ റെഡിയായി. ഇനി ദ ടൈം ഈസ് 2:33. നമ്മൾ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ്സ് മേടിക്കാൻ പോവുകയാണ്. ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ വേണമെന്നുള്ളതിൻ്റെ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഇതേ പാട്ട് കേൾക്കുന്നു. സന ആരോ നീ. നൈസ്, ഐ ലവ് ദ സോങ്. കുറച്ച് നാളായിട്ട് അതിൽ ലൂപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ട് വരാം. അതെ, ഈ കാലേ കിട്ടുന്ന ബ്ലാക്ക് ചെറുതില്ലേ, ഫ്രണ്ട് ക്യാമറ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ പോകുന്നു. സാധനങ്ങൾ ഏറെക്കുറെ എല്ലാം മേടിച്ചിട്ടുണ്ട്. ബട്ട് വി സ്റ്റിൽ ഹാവ് ബഡ്ജറ്റ്. സോ വി ഹാവ് ടു ബൈ ലൈക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വക സാധനങ്ങൾ മേടിക്കണം എന്ന് ആലോചിക്കുന്നു. ആൻഡ് എനിത്തിങ് ലെഫ്റ്റ്, മേ ബി എ സ്മോൾ കേക്ക് ഫോർ ഹർ ടുമോറോ. അപ്പോൾ ഇനിയും ടാസ്ക് ഇസ് സാധനങ്ങൾ മേടിക്കുക, മീൻസ് ചോക്ലേറ്റ്സ് മേടിക്കുക. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചു. നാരങ്ങ മിഠായി മേടിച്ചു. ഡെക്കറേഷൻസിൻ്റെ ഐറ്റംസ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയും നാളെ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും കപ്പ് കേക്ക്സ് ആൻഡ് ക്യാൻഡിൽ മേടിക്കണം. ഏകദേശം അത്രയൊക്കെ ആയി.
പോസ്റ്റഡി അറ്റ് പീക്ക് ഇപ്പോരാന്ന് പറഞ്ഞിട്ട് ഇത് ഏത് ഫോമിൽ എങ്ങനെ ഇരിക്കുന്നൊരു ജ്ഞാനവും ബോധവുമില്ല. വഞ്ചന ഉണ്ട് ഡയസ് നില കുളിച്ചിറങ്ങിയിരിക്കുന്നു. ഹലോ ഗൈസ്, നാടൻ കെടുത്താതെ വരതൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾ നടക്കുന്നു. അടുത്ത ആളുടെ അടുത്ത ലെറ്റർ ആൻഡ് ഗിഫ്റ്റ് ഞങ്ങൾ ഒപ്പിച്ചിരിക്കുന്നു. ചെറുതായിട്ട് മഴ ചേർന്നുണ്ട്, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, കുറച്ചധികം റിഗ്രറ്റും അതിലധികം പോസ്റ്റുമായിട്ട് ഞങ്ങൾ ഇതാ പൊക്കോണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല, മണിപ്പോ 1 മണിയാവാൻ പോകുന്നു, എന്നിട്ടും ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്കണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും പടുപ്പുരയിൽ കയറിയിരിക്കുന്നു. ഞാനും അവരോടും കൂടി എൻ്റെ മണ്ടയ്ക്ക് കയറിയ ഗിൽറ്റ് പോലത്തെ സാധനം ഒട്ടിച്ചു. ഇനിയും അടുത്തത് ഹാപ്പി ബർത്ത്ഡേയുടെ സാധനം കോർത്തോണ്ടിരിക്കുകയാണ്. അത് നല്ല പണിയായിരുന്നു. കാരണം ഒരു സൈഡിൽ നിന്ന് പിടിക്കുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ഊരിപ്പോകും. അങ്ങനെ അവസാനം ടേപ്പില്ലെന്ന് കണ്ടെത്തി ആൻറ്റിമാർ ടേപ്പ് വെച്ച് ടേപ്പ് തന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഹാപ്പി ഒട്ടിച്ച് അവളെൻ്റെ മണ്ടയ്ക്ക് കയറി. അവസാനം പിന്നെ ബർത്ത്ഡേ കോർത്തിട്ട് ബർത്ത്ഡേ ഒട്ടിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് വിശക്കുന്നുണ്ട്, പക്ഷേ വീവറിലേക്ക് വിശപ്പ് അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞാണ് ഞങ്ങൾ തീർത്തത്. അയ്യോ അത് പറയുമ്പോ കിട്ടത് ഒരു മിനിറ്റ് ഒരു തുണിയോട് അതൊക്കെ ഇങ്ങോട്ട്. അയ്യോ, എനിക്ക് സ്റ്റെപ്പ് ഞാൻ കേട്ടിത്തരാം. വിശ്വാസമില്ല, ഈ മൂലം കൂടാ ഇപ്പൊ നിനക്ക് പിടിച്ചോട്ടാ. എന്റെ മൂക്ക് വലിച്ചു കെട്ടരുത്. കണ്ണ് കാണാൻ വെച്ചോ? നിന്റെ ശബ്ദത്തിന് എന്താടി പറ്റിയത് ഫോണിൽ കൂടി? അത് ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കായിരുന്നു. സ്റ്റെപ്പ് ആവാൻ തുടങ്ങി. ഞാൻ സ്റ്റെപ്പ് അയ്യോ ഓക്കേ. അത് കേൾക്കണം. എല്ലാവർക്കും ഡ്രസ് വേണ്ടപ്പോ അയച്ചു സ്വയം കഴിച്ചു. Cheers to years of friendship. അയ്യോ ലൈറ്റ് ഇട്ടേക്കുന്നു. അവിടെ നില്ലേ, ഇവിടെ കയറ് കണ്ണടക്ക്, കൈ പിടിക്ക്. ഇവിടെ നില്ലേ. ആ നോട്ട് ബാഡ്. ആ തുറക്ക്. അയ്യമ്മ എൻ്റെ ഉള്ളില് വികാര ജീവിയൊക്കെ എന്തൊക്കെയൊക്കെ ചേടിപ്പുറത്ത്. കൊള്ളാം പൊളി സാധനം. എവിടെ ആർക്ക് കൊടുക്കണമെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അഞ്ജന പോയി. അഞ്ജനയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട്, 5 മണിക്ക് എന്തോ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഓള് പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. നിധിക്ക് വരാനും പറ്റിയില്ല. ഞങ്ങൾക്ക് ഏകദേശം 1.5 ആഴ്ചത്തെ വിശേഷം പറയാനുണ്ടായിരുന്നു. എൻ്റെ വിശേഷങ്ങൾ, അവളുടെ വിശേഷങ്ങൾ. ആക്ച്വലി കാണുവാണെങ്കിൽ ഞാൻ തന്നെയാണ് ബ്ലബ്ലബ്ലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അവളും സംസാരിക്കുന്നുണ്ട് ഇടയിൽ കൂടി. ആൻഡ് സോ മച്ച് ടു ക്യാച്ച് അപ്പ് വിത്ത്, സോ മച്ച് ടു ടോക്ക് അബൌട്ട്. ഒരു ചെറിയൊരു കുടുംബശ്രീ ലൈനായിരുന്നു, കുറച്ച് കുശുമ്പും കുന്നേമയും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായി. പിന്നെ ഞങ്ങൾ കൂടിയാൽ ഞങ്ങളുടെ നാക്ക് പിന്നെ വായിക്കാത്തായിരിക്കത്തില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ആരെങ്കിലുമൊക്കെ കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ആരെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും.
നിഴലായി ഒഴുകി വരും യാമങ്ങൾ. When creativity hits. ചോദിച്ചോ, ഇതേ പെട്ടി തന്നെയാണ് ആ പെട്ടി, സെയിം പെട്ടി. ഓക്കെ, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അവൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാണ് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പാസിംഗ് ആയിട്ട് അച്ഛൻ്റെ അമ്മേനോടെയൊക്കെ കാണാമെങ്കിലും ഐ റിയലി ഡിൻ വോണ്ട് ടു വിസിബിളി പുട്ട് ദം ഓൺ ദ സ്ക്രീൻ. യാ, എന്നെ പ്രലോഭിപ്പിക്കല്ലേ എന്നൊക്കെ ഇപ്പൊ പിടിച്ച് കയറിയ പിന്നെ നിനക്ക് ഒരു ബർത്ത്ഡേ ആഘോഷം തീർന്നതിൻ്റെ അപരിധിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർഡുകളുടെ ഡ്രസ് ചെടി കിടക്കുന്നു, അവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ, അവളുടെ ഫോൺ, നമ്മളുടെ പെട്ടി. നമ്മുടെ പെട്ടിയുടെ മുകളിലൊരു പൂവും കൂടി ഞാൻ വെച്ചായിരുന്നേ. അയ്യോ, അവളുടെ വക വന്ന കമൻറ്റ് ഇസ് that this is a mini makeup box. More like mega makeup box for her. So yeah. അളവല്ലേ സോ അല്ലല്ല, സൈനിങ് ഓഫ്. ഒരു നല്ലൊരു 18ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു, ഞങ്ങൾ അടിച്ചു പൊളിച്ചു. 2 years of birthday coming. ഇനിയും ഉള്ള എല്ലാ ബർത്ത്ഡേയും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുന്നത് 80 വയസ്സ് വരെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും. അല്ല, അത് കഴിഞ്ഞിരിക്കട്ടെ, തട്ടിപ്പോടെ ഒരുമിച്ച് തട്ടിപ്പോവാം, അതൊക്കെ അത്രേ ഉള്ളൂ. So with that we are signing off the very first video in Seasons Unfolded. Adios amigo.